മലയാള സിനിമയെ തന്റെ അനിതര സാധാരണമായ ഹാസ്യശൈലി കൊണ്ടും അതിഭാവുകത്വമില്ലാത്ത ക്യാരക്ടർ വേഷങ്ങൾ കൊണ്ടും വിസ്മയിപ്പിച്ച സലീം കുമാറിന്റെ ജീവിതം പ്രതിഭയുടെയും അതിജീവനത്തിന്റെയും സമാനതകളില്ലാത്ത ഒരു പോരാട്ട വീര്യത്തിന്റെ കഥയാണ്. തുടക്കത്തിൽ അവഹേളിക്കപ്പെടുകയും അഭിനയിക്കുവാൻ അറിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ആ ഇടത്തു നിന്നും ഇന്ത്യൻ സിനിമയുടെ തന്നെ നെറുകയിലേക്ക് നടന്നു കയറിയ അദ്ദേഹത്തിന്റെ ജീവിത വഴികൾ ഏതൊരു കലാകാരനും വീണ്ടും വീണ്ടും വായിച്ചിരിക്കേണ്ട ഒരു വലിയ പാഠപുസ്തകമാണ്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കോട്ടയായ എറണാകുളം വടക്കൻ പറവൂരിലെ ഒരു സാധാരണ ഈഴവ കുടുംബത്തിലായിരുന്നു സലീം കുമാറിന്റെ ജനനം. നാസ്തികനായ പിതാവ് ഗംഗാധരൻ ശ്രീനാരായണ ഗുരുദേവന്റെയും സഹോദരൻ അയ്യപ്പന്റെയും കടുത്ത അനുയായിയായിരുന്നു. തന്റെ കടുത്ത യുക്തിവാദ ചിന്താഗതികൾ പുലർത്തിയിരുന്ന അദ്ദേഹം മകന് നൽകിയത് ഒരു വ്യത്യസ്തമായ പേരായിരുന്നു. അറബ് നാമമായ സലീം എന്നതിനൊപ്പം ഇന്ത്യൻ ഉപനാമവും ചേർത്ത് സലീം കുമാർ. ഈ പേര് പോലെ തന്നെ ജീവിതത്തിലും ഒട്ടേറെ വൈവിധ്യങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ വഴി. മറ്റുള്ള കലാകാരന്മാരെല്ലാം രാഷ്ട്രീയമായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ താനൊരു കോൺഗ്രസുകാരൻ ആണെന്ന് അടിയുറച്ച് ആർജവത്തോടെ തുറന്നു പറയുവാൻ മടിക്കാത്ത ഏക സിനിമാ നടനും സലീം കുമാർ ആയിരുന്നു. ദാരിദ്ര്യത്തിന്റെ ഒരു ബാല്യം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തണല് അമ്മയുമായിരുന്നു. അത്യന്തം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു സലീം കുമാറിന്റെ ചെറുപ്പകാലം. ചാമിനാർ സിഗരറ്റ് വലിച്ച് കൂട്ടുകാർക്ക് കൊടുത്ത് ചായ കുടിക്കുമ്പോഴും നടക്കുമ്പോഴും പാക്കറ്റ് കണക്കിന് വലിച്ചിരുന്ന അച്ഛൻ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായും തകർന്ന അവസാന കാലത്ത് ചാരുകസേരയിൽ കിടന്ന് തെറുത്ത ബീഡിയിലേക്ക് മാറി. ആ അവസ്ഥയൊക്കെ അദ്ദേഹം വേദനയോടെ ഓർത്തെടുത്തിട്ടുണ്ട്. അത് ഹാസ്യാത്മകമായി പറഞ്ഞിട്ടുമുണ്ട് സലീം. വീട്ടിൽ പശുക്കളെ വളർത്തിയാണ് ആ കുടുംബം പുലർത്തിയിരുന്നത്. അച്ഛൻ തൻ്റെ 15ാമത്തെ വയസ്സിൽ മരിച്ചുപോയതിനു ശേഷം അമ്മയുടെ കരുതലിലാണ് സലീം കുമാർ വളർന്നതും പഠിച്ചതുമെല്ലാം. അമ്മ പശുവിനെ നോക്കി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാറ്റിവെച്ചാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ 2 രൂപയും ചുക്കിച്ചുളിഞ്ഞ് മുഷിഞ്ഞ 2 രൂപയും കൂട്ടിവെച്ചിട്ടാണ് ഞാൻ പഠിച്ചതെന്ന്. മകൻ്റെ പഠനത്തിനുള്ള ചിലവുകൾ ആ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടെത്തിയത്. അമ്മയുടെ സ്നേഹത്തെയും ത്യാഗത്തെയും കുറിച്ച് വികാരാതീതനായി മാത്രമേ സലീം കുമാറിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന 2 മാലകളുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് അമ്മയ്ക്ക് 2 മാലകളെന്ന്. പിന്നീട് മനസ്സിലായി, 2 പെങ്ങന്മാരുടെ കല്യാണ ആവശ്യങ്ങൾക്കായി ആ മാലകൾ പിന്നെ ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് വളർച്ചയുടെ പടവുകൾ കയറി സാമ്പത്തികമായി നില വളരെ മെച്ചപ്പെട്ടപ്പോൾ സലീം കുമാറിന്റെ വിവാഹശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ മാലകൾക്ക് പകരമായി അമ്മയ്ക്ക് ഒരു പുതിയൊരു സ്വർണ്ണമാല, മണിമാല വാങ്ങിച്ചു കൊടുത്തത്. മരിക്കുന്നതുവരെ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്നു. അമ്മയുടെ മരണം സലീം കുമാറിനെ മാനസികമായി വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. ചെറുപ്പകാലത്ത് ഞാൻ വളരുന്നതിന് മുമ്പാണ് അമ്മ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ച സമയത്താണ് അമ്മ മരിച്ചിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ആത്മഹത്യ ചെയ്തേനെ. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചത് 15ാം വയസ്സിലാണ്. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു അമ്മയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തൻ്റെ വളർച്ചയും വിജയങ്ങളും കാണാൻ ആ അമ്മയ്ക്ക് സാധിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ആശ്വാസം. പിന്നീട് അമ്മയോടുള്ള വൈകാരികമായ അടുപ്പത്തിൻ്റെ അടയാളമായി എറണാകുളത്ത് അല്ലെങ്കിൽ പറവൂര് തന്നെ ഒരു തരക്കേടില്ലാത്ത നല്ല ഒരു സ്റ്റേജ് ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചു. അമ്മയുടെ പേരിൽ തന്നെ ആ മനോഹരമായ സ്റ്റേജ് ഇന്ന് സലീം കുമാറിൻ്റെ ഓർമ്മകൾ നിൽക്കുന്നു. അത് ഉദ്ഘാടനം കഴിച്ചത് ശ്രീനിവാസനും അതുപോലെ തന്നെ ഇന്നസെൻറ്റുമായിരുന്നു. അവഹേളനങ്ങളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ള ഒരു ദൂരമുണ്ട് അദ്ദേഹത്തിൻ്റെ. നീ വരുവോളം എന്ന സിനിമയുടെ അനുഭവം. മിമിക്രിയിലൂടെ സിനിമയിലെത്തി 2000 ആണ്ടുകളുടെ തുടക്കത്തിൽ ദിലീപ് സലീം കുമാർ കൂട്ടുകെട്ടിലൂടെ മലയാള സിനിമയിലെ വിജയ ജോഡിയായി മാറിയ ചരിത്രവുമുണ്ട്. അത് നമുക്കറിയാവുന്നതുമാണ്. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം അനുഭവിച്ച തിരസ്കരണത്തിൻ്റെ ഒരു കഥ, അത് ദയനീയമായിരുന്നു. സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും അഭിനയം ഒരു സ്ഥിര തൊഴിലോ അല്ലെങ്കിൽ വരുമാന മാർഗമോ ആയി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇഷ്ടമാണ് 100 വട്ടം, മേരാന ജോക്കർ എന്നീ സിനിമകൾക്ക് ശേഷം സുഹൃത്തുക്കളായ നന്ദു പൊതുവാൾ, ജോർജ് ഏലൂർ, സന്തോഷ് കുർമശ്ശേരി എന്നിവർക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചു വരികയായിരുന്നു അദ്ദേഹം. അന്ന് വീട്ടിൽ ഫോൺ പോലുമില്ല. ചിറ്റാട്ടുകരയിലുള്ള ഒരു മരണാനന്തര സഹായ സംഘത്തിന്റെ നമ്പറിലാണ് സലീം കുമാറിനെ തേടി ഒരു ഫോൺ കോൾ വരുന്നത്. CB മലയിലെ നീ വരുവോളം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിത്തു പനക്കലായിരുന്നു അത്. കലാഭവൻ മണിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് പകരക്കാരനായി ഒരു പാരലൽ കോളേജ് പിയൂണിന്റെ വേഷം ചെയ്യാനാണ് വിളിപ്പിച്ചത്. ഏഷ്യനെറ്റിലെ പരിപാടികൾ കണ്ട് ഇഷ്ടപ്പെട്ട നിർമ്മാതാവ് പ്രേംപ്രകാശിന്റെ താല്പര്യപ്രകാരമായിരുന്നു ആ വിളി. സിനിമയിലെ വലിയൊരു സംവിധായകന്റെ കീഴിൽ 11 സീനുകളോളമുള്ള വേഷം കിട്ടിയത് മഹാഭാഗ്യമായി കരുതി. കടം വാങ്ങിയ പണവുമായി സലീം കുമാർ കോട്ടയത്തെ സെറ്റിലെത്തി. 9 സീനുകൾ ഭംഗിയായി ചിത്രീകരിക്കുകയും ചെയ്തു. എന്നാൽ ജഗതിയും തിലകനും ഒന്നിച്ചുള്ള ഒരു സീനിൽ സലീം കുമാറിന്റെ ടൈമിംഗ് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് ഷോട്ട് കട്ട് ചെയ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് വന്ന് തിലകൻ ചേട്ടൻ പോയെന്നും പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് സലീം കുമാറിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി.
ട്രെയിൻ ടിക്കറ്റുമായി വരാമെന്ന് പറഞ്ഞ് പോയ ആ പ്രഭാകരൻ എന്നാൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് തിരികെ വന്നില്ല. കയ്യിൽ 10 പൈസയുമില്ല. മണിക്കൂറുകളോളം പ്ലാറ്റ്ഫോമിൽ കാത്തുനിന്ന സലീംകുമാർ ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട പരിചിതനായ ഒരു യാത്രക്കാരനോട് വണ്ടിക്കൂലിക്ക് 20 രൂപ കടം ചോദിച്ചു. ആ മനുഷ്യൻ സലീംകുമാറിനെ തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ 20 രൂപ നൽകി. അദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഏഷ്യനെറ്റിൽ കണ്ടിട്ടുമുണ്ട്. ട്രെയിനിൽ കയറി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സലീംകുമാർ പൊട്ടിക്കരയുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് താൻ അറിഞ്ഞത് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ആ വേഷത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയെന്നും പകരം ഇന്ദ്രൻസ് ആ വേഷം ചെയ്തെന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ദിലീപ് പോലും ഈ വിവരം തന്നോട് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് സിനിമയിലെ ബന്ധങ്ങളിലെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് അന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നീട് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയായിരുന്നു എൻ്റെ വീട് അപ്പുവിൻ്റെയും. വർഷങ്ങൾ കടന്നുപോയി. ആ കഥയിലേക്ക് പോകാം. വർഷങ്ങൾ കടന്നുപോയി. സലീംകുമാർ മലയാള സിനിമയിലെ തിരക്കുള്ള താരമായി മാറി. അപ്പോഴാണ് പഴയ നിർമ്മാതാവ് പ്രേംപ്രകാശിൻ്റെ ഫോൺ കോൾ വരുന്നത്. സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന എൻ്റെ വീട് അപ്പുവിൻ്റെ എന്ന സിനിമയിലേക്ക് 2 ദിവസത്തെ ഡേറ്റ് വേണം. അന്ന് കിളിച്ചുണ്ടൻ മാമ്പഴം, തിളക്കം എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു സലീംകുമാർ. പഴയ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഓർത്തുപോയി. അദ്ദേഹം അന്ന് വാങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം ആവശ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന്. അവർ അത് സമ്മതിച്ചു. ഈ പറഞ്ഞ തുക. ആലുവായിലെ ലൊക്കേഷനിൽ ചെന്നിറങ്ങിയ സലീംകുമാറിന് യൂണിറ്റിലെ ആളുകൾ ഓരോരുത്തരായി വന്ന് കൈ കൊടുത്തു. അവർ പറഞ്ഞു, സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നീ വരുവോളം എന്ന ചിത്രത്തിൽ നിന്ന് സാറിനെ പുറത്തുവിട്ടപ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു അന്നത്തെ യൂണിറ്റ് അംഗങ്ങൾ. ഇന്ന് 2 ദിവസമായി സെറ്റ് മുഴുവൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. കണ്ണു നിറഞ്ഞു പോയി സലീംകുമാർ അവരോട് പറഞ്ഞു, അന്ന് എൻ്റെ മോശ സമയമായിരുന്നു, ഇന്ന് നല്ല സമയവും. മോശ സമയത്ത് എന്ത് ചെയ്താലും അത് മങ്ങിപ്പോകും. സമയം നന്നാകുമ്പോൾ അഭിനയം നന്നാകും, എല്ലാം നന്നാകും. പിന്നീട് കാലം കരുതി വെച്ച മറ്റൊരു കാവ്യനീതി കൂടി ഉണ്ടായി. സിബി മലയിൽ ചെയർമാനായ ജൂറി കമ്മിറ്റിയാണ് അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ഗംഭീരമായ പ്രകടനത്തിൽ സലീംകുമാറിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡിനായി തിരഞ്ഞെടുത്തത്. അവാർഡ് ദാന ചടങ്ങിൻ്റെ അന്ന് രാത്രി ഒരേ ടേബിളിരുന്ന് സിബി മലയിലിനൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 7 മണിക്കൂർ കരഞ്ഞു തളർന്നു നിന്ന ആ പഴയ സലീംകുമാറിനെ തന്നെ നോക്കി സലീംകുമാർ ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഓർക്കുന്നു, പച്ചക്കുതിര എന്ന സിനിമയിൽ അദ്ദേഹം ദിലീപിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, സിനിമയാണ് എൻ്റെ ചോറ്, അത് ഉണ്ണാതെ ഞാൻ പോകില്ല. അത് വെറുമൊരു സിനിമ ഡയലോഗായിരുന്നില്ല, സലീംകുമാറിൻ്റെ ജീവിത പ്രഖ്യാപനമായിരുന്നു. രോഗശൈലിയിലും ഏകാന്തതയിലും പിന്നെ ഈ വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങളും. ജീവിതത്തിൽ സാമ്പത്തികമായ ഇല്ലായ്മകളിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് പുരോഗതിയിലേക്ക് വന്നതിന് ശേഷം വിധി അദ്ദേഹത്തെ വേട്ടയാടി. 45-ാം വയസ്സിലാണ് സലീംകുമാറിനെ കടുത്ത ലിവർ സിറോസിസ് രോഗം ബാധിക്കുന്നത്. 2 മക്കളും ഭാര്യയുമായുള്ള തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി ഓർത്ത് ജീവിതത്തെ ഭയത്തോട് നോക്കിക്കണ്ട ആ ഇരുണ്ട കാലഘട്ടം. നാം ഇന്ന് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും കാണുന്ന ഒരു പൊതുരീതിയുണ്ട്. ഒരു സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ മരിച്ചതിന് ശേഷമോ ആളുകൾ ബഹളം വയ്ക്കുകയോ അനുശോചന പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും സെൽഫികളും വിലാപയാത്രയുടെ ചിത്രങ്ങളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. എന്നാൽ സലീംകുമാർ രോഗബാധിതനായി ആരും സഹായിക്കാനില്ലാതെ നിന്ന സമയത്ത് സിനിമയിലെ വലിയ കോലാഹലങ്ങൾക്കൊന്നും അപ്പുറത്ത് അദ്ദേഹം ചികിത്സയ്ക്കുള്ള പണം പോലും കണ്ടെത്താൻ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പണമില്ലാത്ത അവസ്ഥയിൽ അശരണനായി ആ നിന്ന ഘട്ടങ്ങൾ ഒരു സിനിമാ നടനെന്ന പ്രശസ്തിക്കപ്പുറം ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പഠിച്ചിരുന്നു. അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അമ്മയെ ഒന്ന് കാണാം, മാതാ അമൃതാനന്ദമയി ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മാതാ അമൃതാനന്ദമയുടെ അടുത്ത് ചെന്നപ്പോൾ മാതാ അമൃതാനന്ദമായി ചോദിച്ചു, എന്താണ് കുട്ടി നിങ്ങൾക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വയസ്സ് 45 പക്ഷേ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ എൻ്റെ വയസ്സ് 55, അതൊന്ന് തിരുത്തണം. രസകരമായ ഒരു മറുപടി. അമ്മ പറഞ്ഞു, ഇനി മോൻ പൊക്കോ, ആശുപത്രിയെപ്പറ്റി അതിൻ്റെ ചെലവുകളെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. സ്നേഹനിധിയായ അമ്മ ആ പറഞ്ഞ വാക്ക് പാലിച്ചു. വർഷങ്ങളോളം അങ്ങനെ സലീംകുമാർ നമ്മുടെ കൂടെയുണ്ടായി. ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുകളും നേടി മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ സലീംകുമാർ ജീവിതത്തിലെ സകല പ്രതിസന്ധികളോടും പോരാടിയാണ് കടന്നുപോയത്. അവഹേളിക്കപ്പെട്ടവർക്കും മാറ്റി നിർത്തപ്പെട്ടവർക്കും തൻ്റെ ജീവിതം കൊണ്ട് പ്രത്യാശയുടെ പ്രകാശം നൽകിയ ആ വലിയ കലാകാരനെ പ്രണാമം.